ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവെങ്കിലും ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ അതൃപ്തി വ്യക്തമാക്കി ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ള രംഗത്ത് വന്നിരിക്കുകയാണ്. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികൾക്കിടയിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ അത് സഖ്യത്തിന് ഭീഷണിയാണെന്നും ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സീറ്റ് വിഭജനം ഉടൻ നടത്തിയില്ലെങ്കിൽ അത് സഖ്യത്തിനെ ദോഷകരമായി ബാധിക്കുമെന്നും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വേഗത്തിലും സമയത്തും ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യ ബ്ലോക്കിൽ ഉൾപ്പെട്ട കക്ഷികൾക്കിടയിൽ ഉടൻ ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ ചില പാർട്ടികൾ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കുമെന്നും മുൻ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂട്ടായി നേരിടുവാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഈ പാർട്ടികൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. എന്നാൽ സീറ്റ് വിഭജനം കീറാമുട്ടിയായ നിരവധി സംസ്ഥാനങ്ങൾ നിലവിലുണ്ട്. പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ഡൽഹി, UP, ബീഹാർ, കേരളം തുടങ്ങി പല സംസ്ഥാനങ്ങളിലെയും പാർട്ടികൾ തമ്മിൽ സമവായത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രാദേശിക തലത്തിലും വിട്ടുവീഴ്ചകൾ തയ്യാറായെങ്കിൽ മാത്രമേ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ദേശീയ നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. സീറ്റ് വിഭജനത്തിനായി മുകുൾ വാസ്നിക്, അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗൽ, സൽമാൻ ഖുർഷിദ്, മോഹൻ പ്രകാശ് എന്നിവരെ ഉൾപ്പെടുത്തി കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വിവിധ പാർട്ടികളുടെ നേതാക്കളുമായി സംസാരിച്ച സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനത്തിന്റെ രൂപരേഖ തീരുമാനിക്കുവാനുള്ള ചുമതല ഈ നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇതുവരെ ഒരു സംസ്ഥാനത്തും സീറ്റ് വിഭജനത്തിൽ തീരുമാനമായിട്ടില്ല എന്നതാണ് വസ്തുത. ഇന്ത്യ ബ്ലോക്കിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനമാണ്. അവിടെ കോൺഗ്രസിന് 2 സീറ്റുകൾ മാത്രം നൽകാനാണ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഈ നിർദ്ദേശം കോൺഗ്രസ് നിരസിക്കുകയും കൂടി ചെയ്തതോടെ പുതിയ പ്രതിസന്ധി ബംഗാളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. ഇക്കാര്യത്തിൽ അധീർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും തമ്മിൽ വാക്കേറ്റമുണ്ടായതായുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ചില ദേശീയ മാധ്യമങ്ങൾ നേരത്തെ നൽകിയതാണ്. ഇതുകൂടാതെ സഖ്യത്തിൽ ഉൾപ്പെട്ട CPM-നും CPI-ക്കും സീറ്റുകൾ നൽകേണ്ടതും ബംഗാളിലെ സീറ്റ് വിഭജനത്തെ ബാധിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ആം ആദ്മിയുടെ കാര്യമെടുത്താൽ പഞ്ചാബിലും ഡൽഹിയിലും സഖ്യമുണ്ടാക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. ഇതിനായി ഡൽഹിയിലെ 7-ൽ 3 സീറ്റും പഞ്ചാബിലെ 13-ൽ 6 സീറ്റും കോൺഗ്രസിന് നൽകാനാണ് ആം ആദ്മി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനു പകരമായി ഹരിയാന, ഗോവ തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി സീറ്റും ചോദിച്ചിട്ടുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സഖ്യ സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ബീഹാറിൽ JDU-വിന് 17 MP-മാരുണ്ട്. ഈ സീറ്റുകളിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നത് JDU നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇടതു പാർട്ടികൾ 9 സീറ്റുകളും കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞത് 8 സീറ്റുകളും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഏതാണ്ട് 4-5 സീറ്റുകളാണ് RJDക്ക് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല നിതീഷ് കുമാർ അംഗീകരിക്കുവാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ കൃത്യമായ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് ഇന്ത്യ സഖ്യത്തിന് മാറാൻ സാധിക്കുകയുള്ളൂ എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്.